ഗായ്സ് പുറത്തേക്ക് ഇറങ്ങാം, ചെറുതായിട്ടൊരു ഷോപ്പിംഗ്. അപ്പോൾ ഞാൻ നേരെ സ്റ്റുഡിയോയ്ക്കാണ് പോയത്. അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഏതെങ്കിലുമൊക്കെ 2-3 ഞാൻ മേടിച്ചു, ഏതെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് കഴുകണ്ടായിരുന്നു. വണ്ടിയും കഴുകിയിട്ട് നേരെ അമ്മുനെ പിക്ക് ചെയ്യാൻ പോയി. അമ്മുനെ പിക്ക് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അമ്മുൻ്റെ കൊളീഗ് നമ്മളെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ ഞങ്ങളത് അങ്ങോട്ട് പോയേക്കും കേട്ടോ. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്, ലൈക്ക് ഗണപതിൻ്റെ ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. അതാണ് ഗണപതിൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഗണപതി വിസർജനത്തിന് വേണ്ടി നമ്മൾ വിളിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ട് പ്രസാദമായിരുന്നു. പിന്നെ അതേ അവരവിടെ നിന്ന് എടുത്തിട്ട് ഗണപതിനെ വെള്ളത്തിലിടാൻ പോവുകയാണ്, ലൈക്ക് വിസർജൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയേക്കണം അവിടെ. അപ്പോൾ അതാ ഗണപതി പപ്പ എന്നൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഗണപതിനെ എടുത്ത് പോയി. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗണപതി വിസർജനത്തിനൊക്കെ വരുന്നത്. അപ്പോൾ അവരപ്പോൾ ഞങ്ങളും കൂടി. നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടി വിയിലോ കണ്ട പോലെ സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ പൊല്യൂഷൻ കാരണം അവർ ആ റിവർ സൈഡിൽ പോലും മുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു സെറ്റപ്പ് അവർ സൈഡിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരുന്നു ഞങ്ങൾ മുക്കാൻ പ്ലാനിട്ടെ, പക്ഷേ ഇപ്പോൾ അവർ സൈഡിൽ വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മുക്കണം എന്നാണ് പറഞ്ഞത്. എന്തോ ഞങ്ങളെപ്പോലെ വേറെയും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് മുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു അവരുടെ പിടിക്കാൻ തന്നെ. ഇതാ ഡോക്ടറിൻ്റെ വൈഫ് ഉണ്ടാക്കിയ കുറച്ച് ആർട്ട് വർക്ക്സ് ആട്ടോ. അമ്മ അതൊക്കെ നോക്കിക്കൊണ്ട് ഓരോ കളക്ഷനും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്. നല്ല പൂവും പിന്നെ കുറേ ഇങ്ങനെ നൂലും കൊണ്ട് കുറേ തുന്നിയിട്ടൊക്കെ ഉണ്ടാക്കിയത് നല്ല രസമുണ്ടായിരുന്നു. ഈ പൂ മാത്രമല്ല കേട്ടോ, എല്ലാத்தைയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ തന്നു. ഇവർ ബേസിക്കലി കർണാടകക്കാരാണ്. അപ്പോൾ കർണാട്ടിക് ഫുഡായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്വീറ്റും കഴിച്ച് അവിടെ സ്ഥലം വിട്ടു, നേരെ വീട്ടിലോട്ട്.